ഏത് തരം സംഗീതവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും യോജിക്കും എന്ന് വെച്ചാൽ അത് അവസരത്തിനൊത്ത്. ഇപ്പോൾ ഞാനൊരു ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പം എനിക്ക് യോജിക്കുന്നൊരു സംഗീതം വേറൊരാൾക്ക് യോജിച്ചോളണമെന്നില്ല. അത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥ അനുസരിച്ച് സംഗീതം സ്വീകരിക്കുന്നതിൻ്റെ അവസ്ഥ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതാണ് സംഗീതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിന് മാത്രമേ ഒരു പേഷ്യൻറ്റിന് ഏത് തരം സംഗീതം കൊടുത്താൽ അയാളുടെ അസുഖം ഭേദമാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പബ്ലിക്കിന് നമ്മളിപ്പോൾ ഒരു സംഗീതം ഒരേപോലെ അസുഖങ്ങളുള്ള ഒരു ഗ്രൂപ്പിന് നമ്മൾ സംഗീതം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും, ഞാനിപ്പോൾ ഒരു പ്രത്യേക ഒരു രാഗം എടുത്തിട്ട് ഇന്ന രാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മതി എന്ന് പറഞ്ഞാൽ അത് ശരിയായിക്കൊള്ളുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പല തരത്തിലുള്ള മാനസികമായ ശാരീരികമായ കണ്ടീഷനുള്ള ആൾക്കാരായിരിക്കും ഗ്രൂപ്പിലുണ്ടാവുക. അവർക്ക് എല്ലാവർക്കും അത് ഒരുപോലെ എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അതാണ് മ്യൂസിക് തെറാപ്പിക്കുള്ളൊരു വേറൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പൊതുവെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി ഒരു സംഗീതം ഉപയോഗിക്കുക എന്നുള്ളത് ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞത് എന്താ, പ്രഗ്നൻറ്റ് ലേഡീസിന് ഏത് തരം സംഗീതം, അതല്ലേ ഉദ്ദേശിച്ചത്? അതാണോ ഉദ്ദേശിച്ചത്? എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിക്കാം, അതോ ഞാൻ പറഞ്ഞാൽ മതിയോ? ഇപ്പോൾ ഒരു സംഗീതം കേൾക്കും. ഞാൻ ആദ്യമായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു സംഗീതം കേൾക്കുമ്പോൾ നമ്മളിപ്പം ഒരു ഫാസ്റ്റായിട്ടുള്ള സംഗീതം ഇപ്പോൾ ഇവിടെ പാടിയല്ലോ, മേരെ സപ്നോ കി റാണി കബ് ആയേഗി തൂ, ആയേ റുക്ക് മസ്താനി കബ് ആയേഗി തൂ, ജിത് ജായേ ജിന്ദഗാനി കബ് ആയേഗി തൂ, ചലിയാ തൂ ചലിയാ. അത് ഫാസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു. അതൊക്കെ ഫാസ്റ്റായിട്ടുള്ള നല്ല ടെമ്പോയിലുള്ള പാട്ടുകളാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും, ഡാൻസ് ചെയ്യാനൊക്കെ തോന്നും. നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ അയ്യോ ഇവരെന്ത് വിചാരിക്കും, നമ്മൾ അനങ്ങാണ്ടിരിക്കല്ലോ കേട്ടോ, കയറി ഡാൻസ് ചെയ്തേക്കണം. അപ്പോഴാണ് നമുക്കൊരു എനർജി കിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മളുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അവർ കണ്ട എന്ത് പറയൂ, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് അവർ കണ്ട, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നോർത്ത് ഇന്ത്യൻസിനെ കണ്ടിട്ടുണ്ടോ, അവർ എഴുന്നേറ്റങ്ങ് ആഘോഷിച്ചാണ് പാടി ഡാൻസ് ചെയ്ത് ചെയ്യുക. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം. ഇപ്പം അതുപോലെ നല്ലൊരു മെലഡി കേൾക്കുക, ഒരു സുഖമുള്ളൊരു സൂത്തിങ്, അതൊരു മെലഡി കേൾക്കുമ്പോൾ നമുക്ക് ശരദിന്ദു മലർദീപ നാളം നീട്ടേ സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. അങ്ങനെ ഒരു സംഗീതം കേൾക്കുമ്പോൾ നമുക്കൊരു സൂത്തിങ് മൂഡാണ് അല്ലേ, അങ്ങനെയാണ് തോന്നുക. ഞാനിപ്പോൾ സിനിമാ ഗാനങ്ങൾ കർണാട്ടിക് മ്യൂസിക്കിനകത്ത് പെടും, ഹിന്ദി സോങ്സ് ഹിന്ദുസ്ഥാനി പെടും, എല്ലാ തരം സംഗീതവും മ്യൂസിക് തെറാപ്പിക്ക് ഉപയോഗിക്കാം കേട്ടോ. നാടൻ പാട്ടുകൾ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. ഞാനിവിടെ സിനിമാ പാട്ടുകൾ കൂടുതൽ പേർക്ക് പരിചയമുണ്ടെന്ന് വെച്ചിട്ട് അത് പറയുന്നത്. അതുപോലെ നല്ല പാത്തോസ് മൂഡിലുള്ളൊരു പാട്ട് എടുക്കുകയാണെങ്കിലോ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ. ഇത് 3 സംഗീതം ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പാടിയ പാട്ട് നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂസ് കേട്ടുകൊണ്ട് നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു സന്തോഷം വരും. രണ്ടാമത് പാടിയ പാട്ട് നമുക്ക് നല്ല സുഖകരമായ ഉറക്കം കിട്ടാൻ, അല്ലെങ്കിൽ ഇന്ന് റിലാക്സ് അങ്ങനെ ഇരിക്കാനുള്ളൊരു മൂഡിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത് കേട്ട പാട്ട് ഉള്ളിലുള്ള ദുഃഖങ്ങളെ കഴുകിക്കളയാൻ, കരഞ്ഞ് നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ സപ്രസ് ചെയ്യുക. മറ്റുള്ളവർ ഞാൻ കണ്ട് ഞാൻ എന്താണെന്ന് വിചാരിക്കും, സപ്രസ് ചെയ്യുക. കരഞ്ഞങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ വിഷമം അങ്ങ് തീർന്നു. അപ്പോൾ അത് കരയാനായിട്ട് സഹായിക്കുന്ന ഗാനങ്ങളാണ് അത്. അപ്പോൾ 3 തരം സംഗീതമാണ് ഞാനിപ്പോൾ ഇവിടെ പാടിയത്. ഇത് തന്നെ
കർണാടക സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി ഉണ്ട്, വെസ്റ്റേണിലുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള നാടൻ പാട്ടുകളുണ്ട്. ഏത് സംഗീതം ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഏത് തരം സംഗീതമാണോ ഇഷ്ടപ്പെടുന്നത് ആ തരം സംഗീതം ഉപയോഗിച്ചാണ് സംഗീത ചികിത്സ നടത്തുക. ഇനി ഇവിടെ എന്നെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് കുറച്ച് സ്ത്രീകൾക്ക് സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും ആരെങ്കിലും. ഞാൻ പറയാമെന്നല്ല, ഞാൻ പറഞ്ഞു തുടങ്ങാം. മൈക്ക് വെച്ച് പറയാമോ? അതാ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് യമുന കല്യാണി രാഗമാണ്. ഞാൻ രാഗത്തെ ബേസ് ചെയ്ത് പറയാം. യമുന കല്യാണി രാഗം അതാണ് പ്രഗ്നൻ്റ് ലേഡീസിന് കേൾക്കാൻ ഏറ്റവും സഹായകമായിട്ടുള്ള രാഗം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള നല്ലൊരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആ രാഗം സഹായകമാകും. ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ അങ്ങനെയാണ്. ഓരോ ഇപ്പോൾ സംഗീതത്തിന് ഓരോ പ്രത്യേകതരം കമ്പനങ്ങളുണ്ട്. ഓരോ സംഗീതത്തിനും ഒരു പ്രത്യേകതരം കമ്പനങ്ങളുണ്ട്, വൈബ്രേഷൻസ്. അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും പ്രത്യേകതരം വൈബ്രേഷൻസ് ഉണ്ടാക്കും. അതാണ് നമുക്ക് എഫക്റ്റീവായി തീരുന്നത്. നമ്മുടെ അസുഖങ്ങൾ മാറാനും നമുക്ക് റിലാക്സേഷൻ തരാനും എല്ലാത്തിനും സഹായമായി തീരുന്ന ആ വൈബ്രേഷൻസാണ്. അത് ഏത് തരം വൈബ്രേഷൻസ് ആണോ നമ്മുടെ മനസ്സിൽ കയറുന്നത്, ശരീരത്തിൽ കയറുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെ നന്നായി വളരുക, അതാണ് വേണ്ടത്. അതുപോലെ അമ്മയും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, അതാണ് വേണ്ടത്. അതിന് ഏറ്റവും സഹായകമായിട്ടുള്ള ഒരു രാഗമാണ് പല രാഗങ്ങളിലൊന്ന് യമുന കല്യാണി. ഏറ്റവും പ്രചാരമുള്ള എന്ന് വെച്ചാൽ കൂടുതൽ സഹായകമായിട്ടുള്ള ഒരു രാഗമാണ് യമുന കല്യാണി. യമുന കല്യാണി രാഗത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിങ്ങനെ നമ്മുടെ മനസ്സിനെ ശരീരത്തിന് ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ട് നല്ല സുഖമായൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു രാഗമാണ്. അതിൻ്റെ സ്വരങ്ങൾ അങ്ങനെയാണ്, അതിൻ്റെ സഞ്ചാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ രാഗത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. ആ രാഗത്തിന് പിന്നെന്താ വെച്ചാൽ ഈ ആർത്രൈറ്റിസ് അങ്ങനെയല്ലേ, ആർത്രൈറ്റിസ്, ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ, അതിനൊക്കെ സഹായകമായിട്ടുള്ള രാഗമാണ് യമുന കല്യാണി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ രാഗത്തിലുള്ള പാട്ടുകൾ. ഞാനിപ്പോൾ പാടിയാൽ നിങ്ങൾക്കറിയാം. കൃഷ്ണ നീ വേഗനെ ബാരോ, 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 കൃഷ്ണ നീ വേഗനെ ബാരോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത്? ഈ രാഗത്തിൽ തന്നെയുള്ള എല്ലാവർക്കും കർണാടക സംഗീതം ദഹിച്ചോളണമെന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പം ഭൂരിഭാഗം പേർക്കും അറിയാം, ഫിലിമിലൊക്കെ വന്നിട്ട്. അതത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്കുള്ളതാണ് സിനിമാ ഗാനങ്ങൾ, അങ്ങനെ ഓരോന്ന്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പീലീലയുടെ ഇത് കേട്ടിട്ടുണ്ടാവല്ലോ, കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കേട്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും? അത് ഈ രാഗത്തിലുള്ളതാണ്.
തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഇത് ഒരു പ്രത്യേക, അതിൻ്റെ താളവും പ്രധാനമാണ്, അതിന് കൊടുക്കുന്ന ബീറ്റ്സ് അത് പ്രധാനമാണ്, പാട്ടിൻ്റെ ആ മെലോഡിയസ് ആ മൂഡ് അത് പ്രധാനമാണ്. അത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന സാന്ത്വനം അതുവഴി ശരീരത്തിന് ലഭിക്കുന്ന സാന്ത്വനം, അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നദികളിൽ സുന്ദരി യമുന യമുന യമുന, സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി, അത് വേറൊരു ഗാനം. പിന്നെ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു കുഞ്ഞ് ഒരു സ്പേം ആൻഡ് ഓവം, അത് രണ്ടും ജീവനുള്ളത്, അത് വന്ന് കൂടിച്ചേരുമ്പോൾ ഒരു ജീവനോടെ ഉടലെടുക്കുകയാണ്. ആ ചേരുന്ന സമയം തുടങ്ങി ഓരോ അവയവങ്ങളായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നാമ്പുകളായിട്ട് ഓരോ അവയവങ്ങളായിട്ട് നമ്മുടെ ആ കുഞ്ഞിൻ്റെ ശരീരം രൂപപ്പെട്ടു തുടങ്ങും. ആ രൂപപ്പെട്ടു തുടങ്ങുന്ന ആ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ നല്ല സുഖകരമായ സംഗീതം കേൾക്കുന്ന വഴി ആ കുഞ്ഞിൻ്റെ ശരീരവും മനസ്സും ബ്രെയിനും ഒക്കെ നല്ല രീതിയിൽ ആ പോസിറ്റീവ് ഇത് ഉൾക്കൊണ്ട് ആ രീതിയിൽ നല്ല ആരോഗ്യമുള്ള, നല്ല ഗുണഗണങ്ങളുള്ള, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ലൊരു കുഞ്ഞിനെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ വഴി സംഗീതം വീട്ടിൽ ഇടുക. നല്ല സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, അത് രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇവിടുന്ന് ചാടിത്തുള്ളാൻ അത് ഓക്കെ. പക്ഷേ ഒരു പ്രഗ്നൻ്റ് ലേഡി കേൾക്കുമ്പോൾ അങ്ങനത്തെ സംഗീതം അല്ല കേൾക്കേണ്ടത്. നല്ല സൂത്തിങ് ആയിട്ടുള്ള നല്ല സംഗീതം കേൾക്കണം. അപ്പോഴാണ് കുഞ്ഞിന് അതേപോലെയുള്ള ഗുണങ്ങളുണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ നല്ല 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 രീതിയിൽ പാടുന്ന കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഒന്നില്ലെങ്കിൽ അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് ആ ഒരു, അല്ലെങ്കിൽ അവരുടെ ജീനിൽ ആ ഒരു സംഗീതം പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് സംഗീതമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാരൻസിൻ്റെ മക്കൾ നന്നായി സംഗീതം ആലപിക്കുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രഗ്നൻ്റ് ആയിരിക്കും ഈ പാട്ടുകൾ കേൾക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ രീതിയിലും ടാലൻറ്റഡാണ്. എന്താണെന്നറിയാം? TV, മീഡിയാസ് അതൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ. അതാണ് ഏറ്റവും വലിയ കാരണം. പണ്ടത്തെ കുട്ടികൾക്ക് അത്രയും ഉണ്ടായിരുന്നില്ല. അവർക്ക് കഴിവുണ്ടെങ്കിലും അവരെ പ്രകടിപ്പിച്ചിരുന്നില്ല. അവർക്ക് അതറിയില്ല, അവർ കേട്ടിട്ടില്ല. ഇത് കുഞ്ഞിലെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ തന്നെ മീഡിയാസും ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞും അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാളും കൂടുതൽ ആ കുഞ്ഞ് മനസ്സുകളും ശരീരവും അതിനെ അബ്സോർബ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ അവർ അതെടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കള്ളങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പറയാണ്, ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു കുഞ്ഞ് ജനിക്കും. പിന്നെ പാട്ട് കേട്ടാലല്ലേ ഇപ്പം കുഞ്ഞ് ജനിക്കാൻ വേണേ, എങ്കിൽ പിന്നെ ഡോക്ടറൊന്നും ആവശ്യമില്ലല്ലോ. തോന്നില്ലേ നിങ്ങൾക്ക്? അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്.
ടീച്ചർ ഈ പാട്ട് കേട്ട അസുഖം മാറ്റാൻ വരുന്നില്ല, പിന്നെ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമായിരുന്നു? ശരിയാണ്, അതൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സംശയമില്ലാതെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സംഗീതം ഗുണപ്രദമാവുന്നതെന്നറിയാമോ? അവരുടെ മനസ്സിൽ ചിന്തകളില്ല, സംശയങ്ങളില്ല. അവരെന്തിനേയും നല്ല മനസ്സോടെ കാണണം. അവർക്ക് പിന്നെ ചെറുപ്പത്തിൽ വല്ല പേടി തട്ടിയിട്ടുള്ള കുട്ടികൾ മാത്രമേ ഇങ്ങനെ പേടിച്ച് മാറുള്ളൂ. അല്ലാത്തവർ എല്ലാത്തിനെയും സ്വീകരിക്കും, അവർ എന്ത് സ്വീകരിക്കും, അതാണ് അവരുടെ മനസ്സ്. അപ്പം നല്ല സംഗീതം കേൾക്കുമ്പോൾ അവരുടെ മനസ്സത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞു മനസ്സുകളും കുഞ്ഞുങ്ങളും അതുപോലെയാണ്, നല്ലതിനെ ഉൾക്കൊള്ളും. അവർ ചെറുതിൽ എന്ത് കണ്ട് പഠിക്കുന്നോ, എന്ത് കേൾക്കുന്നോ അതിനെ ഉൾക്കൊള്ളും, അതേ അവർ ചെയ്യൂ. അതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സംഗീതത്തെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് ശരീരം അതുപോലെ നന്നായി വരുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ല സംഗീതം. നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കുഞ്ഞിലെ കിടക്കുമ്പോൾ, രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, പ്രഗ്നൻ്റ് ലേഡീസിന് ഉറക്കം വരുന്നില്ല, നല്ല താരാട്ട് കേട്ടോളൂ. താരാട്ട് കേട്ട ഉറക്കം വരില്ലേ? ഉറക്കം വരും. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. ആരാ ഉറങ്ങാത്തെ? ആരോ ഉറങ്ങാത്ത? രാത്രി കേൾക്കും ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ടാൽ ആരോ ഉറങ്ങാത്ത? നമ്മുടെ പഴയ ഓർമ്മകളിൽ, മുതിർന്നവർ പഴയ ഓർമ്മകളിലേക്ക് പോവും. ഇല്ല, ഒരുപാട് പാട്ടുകളുണ്ട് താരാട്ട്. കണ്ണും പൂട്ടിയുറങ്ങുകൻ കണ്ണേ കണ്ണേ താമര പൊന്നുമകളെ, അച്ഛനും അമ്മയും ചാരത്തിരിപ്പൂ ചെമ്മേ നീയുറങ്ങോ മനക്കുഞ്ഞേ. ഇല്ലേ, ഒരുപാട് പാട്ടുകളുണ്ട് ഇല്ലേ, നമുക്ക് കേൾക്കാം. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ. ഇനി ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല, അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് പാടാലോ. കണ്ടേ കലൈമാനെ കന്നിമയിലന കണ്ടേ ഉണനാനേ, കണ്ടേ കലൈമാനെ കന്നിമയിലന കണ്ടേ ഉണനാനേ, അന്തിപ്പകലുണ് நான் பார்க்கிறேன், ஆண்டவனே இது தான் கேட்கிறேன். ராரிராரோ ஓ ராரிரோ ராரிராரோ ஓ ராரிரோ. ഇപ്പോൾ യമുന കല്യാണി അല്ല ഞാനിപ്പോൾ പാടിയതല്ല കേട്ടോ, ഓരോ മൂഡ് മനസ്സിലാക്കി തന്നാണ്. യമുന കല്യാണിയിൽ ഞാൻ ആദ്യത്തെ നദികളിൽ സുന്ദരി യമുന, അത് തളിരിട്ട കിനാക്കൾ, അതൊക്കെ പാടി. ഇപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ചോദിച്ചല്ലോ ഏത് രാഗമാണെന്ന്. ഇപ്പോൾ യമുന കല്യാണി നല്ലൊരു രാഗമാണ്, നീലാംബരി നല്ലൊരു രാഗമാണ്. ഇനി എന്താ അറിയണ്ടേ? ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയണേ കേട്ടോ, അപ്പോൾ ചോദിച്ചോളൂ. ഒന്നുമില്ല, ഒരു ചോദ്യമില്ലേ?
പിന്നെ രാഗങ്ങളിലൂടെ മഴ പെയ്ക്കാം. മാഡം ആനന്ദഭൈരവി രാഗത്തിൽ നിന്ന്. ആനന്ദഭൈരവി രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രാഗമാണ്. ആനന്ദഭൈരവി, ആനന്ദത്തെ തരുന്ന രാഗമാണ് ആനന്ദഭൈരവി. പേരിൽ തന്നെ ഉണ്ട് അത്. ബി പിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന രാഗമാണ്. ബി പി ഉള്ളവർക്ക് ആ രാഗത്തിലുള്ള ഗാനങ്ങൾ കുറച്ചു നേരം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ബി പി കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറോളം കേട്ടുകൊണ്ടിരുന്നാൽ ബി പി തനിയെ ലോ ആയി വരും. ഞാൻ ഈ പറയുന്ന രാഗങ്ങളൊക്കെ ഇത് മ്യൂസിക് തെറാപ്പി എപ്പോഴും സപ്ലിമെൻ്റ് ആട്ടോ. നിങ്ങൾ മ്യൂസിക് തെറാപ്പി മാത്രം വെച്ചിട്ട് ഒരു അസുഖം മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്നുവെച്ചാൽ വളരെ സ്ലോയിലാണ് മ്യൂസിക് തെറാപ്പി എഫക്റ്റീവ് ആവുക നമുക്ക്. അപ്പം നമ്മൾ വിത്ത് മെഡിസിൻ തന്നെ അത് ഇപ്പോൾ ഒരു മരുന്ന് കൊടുത്തിട്ട് കുറേ നാൾ കൊടുത്തിട്ട് ഒരാൾക്ക് അത് ഫലിക്കുന്നില്ല എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. എത്ര നാൾ കഴിച്ചിട്ട് എൻ്റെ ആ മരുന്ന് എനിക്കൊരു ഗുണവും തരുന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സും ആ ഒരു ടെൻഷൻ കാരണമാണ് നമുക്ക് ആ മരുന്ന് ഫലിക്കാതെ വരുന്നത്. ആ മരുന്ന് ഫലിക്കാനുള്ള സാവകാശം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളുടെ മനസ്സിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇനി അസുഖമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അസുഖം മാറുമോ, ഈ അസുഖം ഇനി കൂടി എന്താവുമോ, അങ്ങനെയുള്ള ടെൻഷൻ. അല്ല വീട്ടിലെ വല്ല പ്രശ്നങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറ്റുക, ആ മരുന്നിന് പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ സംഗീതം കേൾക്കുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ ആ ഒരു മരുന്ന് ഫലിക്കാനുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടും ശരീരത്തിന്. അങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി ഫലിക്കുന്നത്. നമ്മുടെ മനസ്സ് ശരിയായാൽ എല്ലാ അസുഖങ്ങളും നമുക്ക് മാറിക്കിട്ടും. മനസ്സ് ശരിയാവണം. ആനന്ദഭൈരവിയുടെ രാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രെസ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബി പി സ്വാഭാവികമായിട്ട് നമുക്ക് എത്രമാത്രം സ്ട്രെസ്സ് കൂടുന്നോ അത്രയും ബി പി കൂടും. അപ്പോൾ സ്ട്രെസ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ആനന്ദഭൈരവി രാഗത്തിൻ്റെ പ്രത്യേകത. ആനന്ദഭൈരവി രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദഭൈരവി രാഗത്തിൽ സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടോ അവിടെ? ആനന്ദഭൈരവി രാഗത്തിൽ നിങ്ങൾ സ്വരജതി പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഏതുവരെ എത്തി പഠിച്ച്? പറഞ്ഞോളൂ, ഏതുവരെ എത്തിയെന്ന് പറഞ്ഞോളൂ. സ്വരജതി പഠിച്ചിട്ടുണ്ടാവില്ല, തുടക്കത്തിൽ പഠിക്കുന്നതാണ്. പാപ മഗ മ പമ പമഗരി ഗ മഗരി സനി സാ സാനി ഗരി സഗരി ഗ മ പദ മ പ മഗരി ഗ മ. അത് ആനന്ദഭൈരവി രാഗത്തിലുള്ളൊരു തുടക്കത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്വരജതിയാണത്. ആനന്ദഭൈരവി രാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലിം സോങ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? പഴയ പാട്ടാണ്. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. പിന്നെ അടുത്തൊരു ഗാനം പറയാണ്. ബാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി. അത് ആനന്ദഭൈരവിയാണ്. മറ്റൊരു രാഗമാലികയുണ്ട് പണ്ട് യേശുദാസ് ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരതല്ലി ആറാട്ടിൻ ആനകളെഴുന്നള്ളി. ആനന്ദഭൈരവിയാണ് രാഗം. പിന്നെ ഇപ്പോൾ സ്ട്രെസ്സിനുള്ളതായി ഇപ്പോൾ ഇതൊക്കെ പ്രഗ്നൻ്റ് ലേഡീസിന് പറ്റും കേട്ടോ. പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രഷർ വരാം, ഡയബറ്റീസ് വരാം, അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങാറുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും അങ്ങനെ വരും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ വീണ്ടും അത് തുടർന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഭക്ഷണശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭക്ഷണം നല്ല രീതിയിലായാൽ കുറേ അസുഖങ്ങളില്ലാണ്ടാക്കാം. സ്ട്രെസ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ കുറേ അസുഖങ്ങളില്ലാണ്ടാക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, നല്ല വിഷമമുള്ള കാര്യമാണ്.
ചിന്തിച്ചോണ്ട് അയ്യോ എന്താണോ സംഭവിക്കുക നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാവുമോ? എന്ത് പരിഹാരം ഉണ്ടാവുക? ഒരു പരിഹാരം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നശിച്ചുകൊണ്ടിരിക്കും. ഈ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അവർക്ക് നെഗറ്റീവായിട്ട് വരും. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വേറെ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും പുറത്തു, എൻ്റെ ദൈവമേ ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ ഈശ്വര. ഞാനും ആ കൂട്ടത്തിൽ പെടും കേട്ടോ. കുറേ നേരം വൈകുമ്പോൾ ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എൻ്റെ ഈശ്വര, കഷ്ടം. ഇനി എന്താണോ ദൈവമേ, എന്തൊക്കെയാണ് ഇപ്പോൾ കേൾക്കണം, എനിക്ക് പേടിയായിട്ട് പാടില്ല ദൈവമേ, എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇത് ഈ പോയിരിക്കുന്ന ആൾക്കും ദോഷമാണത്. നമ്മൾ നെഗറ്റീവ് അവിടെ ചിന്തിക്കണം മുഴുവനെ. അവർക്ക് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫലിക്കുന്ന പറയാം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ദോഷമാണ്. അതേസമയം ആ സമയത്ത് ഒരു നല്ല പാട്ടിട്ട് സമ്മതിക്കില്ല മനസ്സ്. എപ്പോഴും നമുക്ക് ആ നെഗറ്റീവ് ചിന്തിക്കാനാണ് നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ. ആ സമയത്ത് ഒരു പാട്ടിട്ട് മനഃപൂർവ്വമായിട്ട് പാട്ടിട്ട് കേട്ടു നോക്കൂ. ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത്. മുമ്പ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ മ്യൂസിക് തെറാപ്പിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. സമ്മതിക്കില്ല. പാട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഇടയിൽ കൂടി ചിന്തിക്കും, അയ്യോ ദൈവമേ എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന്. അല്ല, നല്ല വോളിയത്തിൽ പാട്ട് വയ്ക്കണം. എന്നിട്ട് പാട്ട് അങ്ങിട്ടിട്ട് നല്ല റിലാക്സ് ചെയ്ത് അങ്ങോട്ട് കിടക്കുക. അറിയാതെ പാട്ടിലേക്കാവും. നല്ലോണം റിലാക്സ് ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ ശ്രമിച്ചാൽ പറ്റും. ഇപ്പം ഞാനതാ ചെയ്യാറുള്ളത്. ടെൻഷൻ വരുമ്പോൾ അതാ ചെയ്യാറുള്ളത്. ഏറ്റവും നല്ല മാർഗ്ഗം അതാട്ടോ. നിങ്ങൾ പാട്ട് അഥവാ BP വീട്ടിലുള്ളപ്പോൾ ചോദിച്ചില്ലേ, വീട്ടിൽ BP ഉള്ള പേഷ്യൻസ് ഉണ്ട്, പ്രായമായവരാണെങ്കിൽ അവർ പാട്ടൊക്കെ ഇടുമ്പോൾ അവർക്ക് ദേഷ്യം വരും. എനിക്ക് ഈ പാട്ടൊന്നും കേൾക്കണ്ടെന്ന് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചാൽ, മാം എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, എൻ്റെ അമ്മമ്മയ്ക്ക് ഭയങ്കര BP ആണ്, ഹൈ BP ആണ്, കുറയ്ക്കാനൊരു നിർത്തി പാട്ട് കേൾപ്പിക്കാൻ പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് പാട്ട് വെക്കുമ്പോൾ തന്നെ പറയും അത് നിർത്തി വെക്കാമോ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അത് അമ്മമ്മ കേൾക്കാമെന്ന് പറഞ്ഞ് വെക്കണ്ട, നിങ്ങൾക്ക് കേൾക്കാൻ എന്നുള്ള മട്ടിൽ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് ഉറക്ക വെച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കാൻ കേൾക്കുകയാണ്, ആ രീതിയിൽ വെച്ചോളാൻ പറഞ്ഞു. 2 ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ മാം BP കുറഞ്ഞു കേട്ടോ, നല്ലോണം കുറഞ്ഞു എന്ന്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന്. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷിച്ചറിയണം. കേൾക്കുമ്പോൾ നമ്മളായിരിക്കും ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, ശരിയാണോ എന്ന് പരീക്ഷിച്ചറിയണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്ക്. സംശയമുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് രാഗങ്ങളെ പരിചയപ്പെടാം. അതാ നല്ലത്. ഇപ്പം യമുന കല്യാണി ഞാൻ മുഴുവൻ പറഞ്ഞില്ല. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. അതൊരു പാട്ടാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ, ഇതേ അവിടെ ഒരു കുഞ്ഞാവ നല്ല റെഡിയായിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അതൊരു സന്തോഷമല്ലേ നമുക്ക്, അല്ലേ? അവള് പാട്ട് പാടുമോ? ഇല്ല, കുഞ്ഞു പാട്ട് പാടുമോ? ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. പാടുന്നിടത്തോളം പാടൂട്ടോ, അത്രേ ഉള്ളൂ. നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഉള്ളത് വെച്ച് പാടുന്നിടത്തോളം പാടും. കുങ്കുമപ്പൂവുകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. കുങ്കുമപ്പൂവുകൾ പൂത്തു. ഇതൊക്കെ യമുന കല്യാണിലെ ചില പാട്ടുകളുടെ ഒരു കുറച്ച് 1-2 ഇതാണ് കേട്ടോ. കുറേ പാട്ടുകളുണ്ട് യമുന കല്യാണി. जब दीप जले आना, जब शाम ढले आना, जब दीप जले आना,
ജബ് ഷാൻ ഢലേ ആനാ. കൂടുതൽ പാടാൻ തൊണ്ട സമ്മതിക്കില്ല കേട്ടോ. ഇനി അടുത്തൊരു രാഗം. അടുത്തായി നമുക്ക് നല്ല കുറച്ച് നല്ല കുറച്ച് പാട്ടുകൾ പാടാൻ പറഞ്ഞേ. തൊണ്ട സമ്മതിക്കുന്നിടത്തോളം ഞാൻ പാടാം, ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു രാഗം എല്ലാവർക്കും സൂചിക്കുന്ന ഒരു രാഗമാണ് ദേശ്. കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? ദേശ് പ്രണയഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് പ്രണയഗാനങ്ങൾ. ജീവിതത്തിൽ പ്രണയിക്കാത്തവർ മണ്ടന്മാരാണെന്നേ പറയുള്ളൂ ശരിക്കും, അല്ലേ? പ്രണയം എന്ന് വെച്ചാൽ ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രണയം മാത്രമല്ല കേട്ടോ. പ്രകൃതിയെ പ്രണയിക്കുന്നവരുണ്ട് ഇല്ലേ, സംഗീതത്തെ പ്രണയിക്കുന്നവരുണ്ട് ഇല്ലേ. അങ്ങനെ പ്രണയം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു ഏറ്റവും സുഖമുള്ളൊരു വികാരമാണ്. സംഗീതത്തെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് പ്രണയം പല രീതിയിലാവാം. ഈശ്വരനെ പ്രണയിക്കുന്നവർ, കൃഷ്ണനെ പ്രണയിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഞാൻ ആ കൂട്ടത്തിൽ പെടും. അപ്പം അതൊരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ, ഇപ്പോൾ ക്രിസ്തുവിൽ അങ്ങനെ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരുണ്ടാവും. ക്രിസ്തുവിനെ അവിടെ ആ പള്ളിയിൽ ചെന്ന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സർവ്വതും മറന്നുപോയി നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ധ്യാനത്തിനൊക്കെ പോയിട്ട് അസുഖങ്ങൾ മാറി വന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതെന്താ പറയുക, ഒരുമിച്ച് ഗ്രൂപ്പ് പ്രെയറിൻ്റെ എഫക്റ്റാണത്. ഗ്രൂപ്പ് പ്രെയറിന് ഭയങ്കര എഫക്റ്റാണ് ഗ്രൂപ്പ് പ്രെയർ. നമ്മളിങ്ങനെ ഒരുമിച്ച് നിന്ന് പാടുമ്പോഴല്ല, അതിനൊരു ഭയങ്കര വൈബാണ്. ഒരുമിച്ച് പാടുന്നതിന് ഭയങ്കര വൈബാണ്. അതിപ്പോൾ ഈ സംഘഗാനങ്ങളിൽ അത് പ്രത്യേകതയും അതാണ്. അതിന് വേണ്ടിയിട്ടാണ് പണ്ട് മുതലേ സംഘഗാനങ്ങൾ വരുത്തിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ആ ഗ്രൂപ്പായിട്ടുള്ള പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാലും എത്ര നിങ്ങളിപ്പോൾ, ഞാനിപ്പോൾ ഹിന്ദുവിനെ ബേസ് ചെയ്തിട്ട് പറയുകയല്ല കേട്ടോ, എല്ലായിടത്തും അങ്ങനെ തന്നെ, ക്രിസ്തു ഇതുമില്ല അങ്ങനെ തന്നെ. ഇപ്പം അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെ ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ ഈ പാട്ട് എന്ത് രസമാണ്. ആയിരം കാലം അകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിലെത്തും, ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഭാമാമലയുടെ ചോട്ടിൽ തേടി തേടുന്നവരെല്ലാം. നല്ലൊരു ഗാനല്ലേ അത്, അല്ലേ? അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും യത്തീമുകൾ യത്തീമുകൾ. നല്ലൊരു ഗാനാണ്. അപ്പോൾ സംഗീതത്തിന് ജാതിയില്ല, ജാതിയേ ഇല്ല. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ഒക്കെ ഒന്നാ, അല്ലേ? നമ്മളെ സുനാമി പഠിപ്പിച്ചു ഒരു ജാതി ഇല്ല എന്നുള്ളത്. എന്നിട്ട് നമ്മളിപ്പോഴും അതിൻ്റെ പിന്നാലെ തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു, നമ്മൾക്ക് വിശ്വാസമുള്ളത് നമ്മൾ വിശ്വസിക്കാം. മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ക്രൂശിക്കാനൊന്നും പോകണ്ട. അവർക്ക് ഇഷ്ടമുള്ള അവർ ചിന്തിക്കട്ടെ, അത് മതി. അപ്പോൾ ഞാനിപ്പോൾ എത്ര വിഷമിച്ചില്ലാണെങ്കിൽ ഗുരുവായൂർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ എനിക്ക് ഒന്നുമില്ല, ഭൂമിയിൽ വേറെ ഒന്നുമില്ല. അതാണ് എല്ലാവർക്കും ഉള്ള ആ ഒരു ഭഗവാനോടുള്ള പ്രണയം എന്ന് പറയുന്നത്, ഈശ്വരനോടുള്ള പ്രണയം. സംഗീതത്തെ പ്രണയം, സംഗീതം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നുമില്ല, സംഗീതം മാത്രമേ ഉള്ളൂ ജീവിതം. ഒരു പാട്ടില്ലേ, സംഗീതമേ ജീവിതം, കേട്ടില്ലേ? അത് സത്യമാണ്. ഞാൻ എൻ്റെ മ്യൂസിക് തെറാപ്പി പ്രോഗ്രാം, സംഗീത സിദ്ധൌഷധം എന്നിട്ടൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഓരോ രാഗങ്ങളെ എന്തിനൊക്കെ അത് ഗുണപ്രദമാവും, അത് ഏതൊക്കെ ഗാനങ്ങളുണ്ട് അതിലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതിൻ്റെ ടൈറ്റിൽ മ്യൂസിക് എന്താണെന്നറിയാമോ?
സംഗീതം സകല രോഗ ശമനമേകും സിദ്ധൌഷധം. സംഗീതം മനസ്സിനാർദ്ര മധുരമോലും സിദ്ധൌഷധം. വേനലിൽ മഴ പെയ്തപ്പോൾ തമസിലെ തിരിപൂത്തപ്പോൾ അഖില മാനസ സുഹൃതവേദിയിൽ സൂര്യവാസന്തം. ഇത് ദേവവാത്സല്യം. സംഗീതം സകല രോഗ ശമനമേകും സിദ്ധൌഷധം. ഇത് എഴുതിയ ആളെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കണം കേട്ടോ. നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ഈ പാട്ട്. രാജീവ് ആലുങ്കലിൻ്റെയാണ് വരികൾ. എഴുതിയ ആളെ ഞാൻ അത് എന്താ പറയുക, അത് ഉൾക്കൊണ്ട് ആ സംഗീതത്തിൻ്റെ എല്ലാം ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്ന വരികളാണത്. നമ്മൾ പറഞ്ഞു വന്ന ദേശരാഗം, പ്രണയം സ്ഫുരിക്കുന്ന രാഗം എന്ന് പറയാം. അതിൻ്റെ ദേശരാഗത്തിലൊരു കർണാടക സംഗീതം നിങ്ങൾക്കറിയാവുന്ന പറയുകയാണെങ്കിൽ ഹേ ഗോവിന്ദ ഹേ ഗോപാല ഹേ ഗോവിന്ദ ഹേ ഗോപാല രാഹോ ചरण हमारे अब तो जीवन हारे अब तो जीवन हारे हे गोविंद हे गोपाल हे गोविंद. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ് അടുത്തത്. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ആർക്കാ ഇഷ്ടമില്ലാത്ത പാട്ട്? ആർക്കാ ഇഷ്ടമില്ലാത്ത? പറയാം, ആരെങ്കിലും ഒരാൾ കൈവെക്കോ? ദേശ രാഗത്തിലുള്ള പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മറവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീതിയിൽ എൻ മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഇഷ്ടമില്ലാത്തവർ പറയണം കേട്ടോ. ഞാനിങ്ങനെ പാട്ട് അല്ല ചോദിച്ചോളൂ, എനിക്ക് ക്ലിയർ ആവുന്നില്ല, അതാണ്. സാർ ഇങ്ങോട്ട് വരൂ, മൈക്ക് വാങ്ങിച്ചോളൂ. എനിക്ക് സംഗീതം വലിയ താല്പര്യമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അതേമാതിരി അങ്ങോട്ടേക്ക് പാടാൻ ഇപ്പോൾ മാൻ പാടുന്നുണ്ടല്ലോ, അതേമാതിരി പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചു. പക്ഷെ അത് കഴിയുന്നില്ല. എന്നാൽ ഞാനിപ്പോൾ ഒന്ന് പാടിത്തട്ടെ, പാടൂ. ചുമ്മാ പാടിക്കും. ഇവിടെ ജഡ്ജ്മെൻറ്റിന് ആരുമില്ല, ആരും ജഡ്ജ്മെൻറ്റിന് വരില്ല. എത്ര തെറ്റിയാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ തെറ്റി പാടിക്കഴിഞ്ഞാൽ? ആരെങ്കിലും കളിയാക്കുമോ? അദ്ദേഹത്തിന് പേരെന്താ? സെൽവകുമാർ. ഇദ്ദേഹത്തിന് അറിയാവുന്ന പോലെ അദ്ദേഹം പാടുന്നു. ചിലപ്പോൾ
ഒട്ടും ശ്രുതി രാഗം താളം ഒന്നും ഇല്ലാന്നിരിക്കും. നിങ്ങൾ ക്ഷമിച്ചേക്കുക കേട്ടോ, ക്ഷമിച്ചേക്കുക. ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? മനസ്സിലൊരു ഗാനം ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു ഗാനം മനസ്സിലുണ്ടാവുമല്ലോ, ഏതെങ്കിലും പറയും. എനിക്കറിയാമെങ്കിൽ കേട്ടോ. ഏതാ പറയാ? അതറിയോ? ഒരു പുഷ്പം മാത്രമൻ പൂങ്കുഴിയിൽ നിർത്താം ഞാൻ, അരികിൽ എത്തുമ്പോൾ ചോദിക്കുവാൻ. ആരാ പറഞ്ഞ് പാടാൻ അറിയില്ലാന്ന്? അല്ല, ആരാ പറഞ്ഞ് പാടാൻ അറിയില്ലാന്ന്? വേർഡ് മനസ്സിലേക്ക് പാതേണ്ട. ആദ്യം പാടുമ്പോൾ നോക്കി പാടിക്കോളൂ, കുഴപ്പമില്ല. ആരും കുറ്റപ്പെടുത്തില്ല, നോക്കി പാടിക്കോളൂ. ഇങ്ങനെ പേപ്പറിൽ വലിയ അക്ഷരത്തിൽ എഴുതി കൊണ്ടിട്ട് ഇങ്ങനെ നോക്കി പാടിക്കോളൂ. അത് സാറില്ല, നമുക്ക് പാടാൻ പറ്റുന്ന പാടാ. ഇതിപ്പോൾ ഇത്രയും പാടിയിട്ടാണോ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞേ? ഹലോ, ഇവർ പാടിയ സ്ഥിതിക്ക് ഒരാളെ കൂടി പരിചയപ്പെടുത്തണം. മിനി ചേച്ചി നല്ലൊരു കൈയ്യടി കൊടുക്കുക. ആർക്കുംപാടാൻ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക മുതലാണ്. ഞങ്ങളുടെ ജാനകിയമ്മ എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കും. നിങ്ങളെ ഫേവറേറ്റ് ഒരു 2 വരി പാടിക്കൊടുക്കും പ്ലീസ്. ഇവിടെ കയറി ഒന്ന് പാടിക്കോളൂ. ശ്രുതി മാറ്റണോ? ഏതാ ജാനകിയുടെ പാട്ടാണോ? സന്ധ്യ പാടിക്കോളൂ, സന്ധ്യ പാടിക്കോളൂ. ഹലോ ചേ. സന്ധ്യ കണ്ണീരിന്റെ സന്ധ്യ സ്നേഹമയേ കേഴുകയാണോ നീ? സന്ധ്യ കണ്ണീരിന്റെ സന്ധ്യ സ്നേഹമയേ കേഴുകയാണോ നീ? നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യ കണ്ണീരിന്റെ സന്ധ്യ. നോക്കിപ്പം പേരെന്താ പറഞ്ഞേ? ബിനി. ബിനി. ഇപ്പം എനിക്ക് പേര് വിളിക്കാമോ അത് ചേച്ചിയാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ബിനി എന്ന് പറയണോ ഇവിടെ? ശ്രീമതി ബിനി ഇവിടെ പാടിയപ്പം നമ്മളെല്ലാവരും അതിനെ കൈയടിക്കുകയും ചെയ്തു. നമ്മളൊരു സെക്കൻഡ് അത് ശ്രദ്ധിച്ചു. അത്രയും നേരം നിങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടായില്ല, ശ്രീമതി ബിനിയുടെ മനസ്സിലൊന്നും ഉണ്ടായില്ല, ഇല്ലേ? അത് തന്നെ തെറാപ്പി, വേറൊന്നുമില്ല. അത് തന്നെ തെറാപ്പി കേട്ടോ. അപ്പോൾ അങ്ങനെ പല രാഗങ്ങൾ നമ്മൾ ഓരോ രാഗത്തിനും ഓരോ പ്രത്യേക. ഇപ്പോൾ ഈ ദേശരാഗം പാടിയപ്പോൾ കണ്ടില്ലേ, എന്താ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല പാടുന്നത്, പക്ഷേ ചില കുറവുകൾ എനിക്കും ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. പിന്നെ ഇന്ന് ഒച്ച ഇത്രയും പ്രശ്നമായതുകൊണ്ട് അതും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അത്രയും നേരം നമുക്കൊരു സുഖം ഉണ്ടായില്ലേ മനസ്സിന്? അതാണ്, ആ ഒരു കഴിവാണ് സംഗീതത്തിൻ്റെ. ആ ഒരു കഴിവാണ് നമ്മുടെ അസുഖങ്ങളെ ഇല്ലാതാക്കുന്നത്, നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് സംഗീതം എത്രമാത്രം കേൾക്കാൻ പറ്റുമോ, എവിടെയൊക്കെ പാടാൻ പറ്റുമോ നിങ്ങൾ പാടിക്കോളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനൊരു ഗ്യാതറിംഗ് ആണ് നമുക്ക് എന്ന് വെച്ചാൽ ഇതുപോലെ ഈ ആർക്കും പാടാമെന്നുള്ളൊരു ഗ്യാതറിംഗ് ആണ് ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ സംഗീതത്തെ ജഡ്ജ് ചെയ്യാത്ത ആൾക്കാർ. അത് പാടി ശരിയായില്ല, മറ്റേത് ശരിയായില്ല. ഇത് നമ്മൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ നോക്കി ഇങ്ങനെ വന്നിരിക്കും. ആ പാടിയൻ്റെ അവിടെ അത് ശരിയല്ലായിരുന്നു, ആ വിട്ടാ പോയത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു കിടുകിടുക്കാണ് മനസ്സിൽ, അല്ലേ? അവിടെ പോയി പാടിക്കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അവിടെ പോയി പാടരുത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ
വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ശരിയാണത്, അതുകൊണ്ട് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ വേദനയുണ്ട് അതിൻ്റെ ഉള്ളിൽ, ഒരുപാട് മുതിർന്ന പാർട്ടിസിപ്പൻസിൻ്റെ വേദനയുണ്ട്. ചില നിസ്സാര കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രൈസ് കിട്ടാതെ പോകുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ വേദനയുണ്ടല്ലോ, അത് അവർക്കൊരു ഡിപ്രഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും പാടാൻ വേദികൾ കൊടുക്കുന്ന നല്ലതാണ്, പക്ഷേ അതിൽ സമ്മാനം കൊടുക്കണ്ട, ഗ്രേഡ് വേണ്ട, അതാണ് നല്ലത്. പാടാൻ അവസരം കൊടുക്കുക, കൂടുതൽ നന്നായിട്ട് പാടുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അത്രയും മതി. അല്ലാണ്ട് അതിന് ഗ്രേഡ് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ, എന്നെ തല്ലുമെന്നറിയില്ല ആൾക്കാർ. ഇനി അടുത്ത ദേശിലെ മറ്റൊരു പ്രശസ്തമായ ഗാനം. ഇതെൻ്റെ ഒരു പ്രശ്നം കേട്ടോ, ഈ ശ്രുതി വേണമെന്നുള്ളത്. ഇപ്പം ഈ കർണാടക സംഗീതം പഠിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു കേൾക്കാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ. സമയം കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞോ? അടുത്ത ശുദ്ധധന്യാസി എന്നുള്ള രാഗത്തെ പരിചയപ്പെടാം. ശുദ്ധധന്യാസി രാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പോർട്സിനൊക്കെ പോകുന്നവരില്ലേ, അവർക്ക് എനർജി പോയി. ഇപ്പം ഇത്രയും നേരം ഞാൻ പാടി നല്ല മെലഡി അങ്ങനത്തെയൊക്കെയാണ്. സ്പോർട്സിനൊക്കെ പോകുന്നവർക്ക് ഇത് മെലഡി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. സ്പോർട്സിനൊക്കെ പോകുന്നവർക്ക് നല്ല ഇങ്ങനെ ഒരു എനർജി കൊടുക്കാൻ പറ്റിയതാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇട്ടാൽ നമുക്ക് ഉറക്കം വരാതെ ജോലി ചെയ്യാൻ കഴിയും. അതൊരു പ്രത്യേക കാര്യം കേട്ടോ. നമ്മൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഉറക്കം വന്ന്, ഞാൻ കുറേ നാൾ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു ഉദ്യോഗണ്ടർ സ്കൂളിൽ, ഫാക്ട് ഉദ്യോഗണ്ടർ സ്കൂൾ. അവിടെ ജോലി ചെയ്തിരുന്നപ്പം അത് കഴിഞ്ഞിട്ട് MES എടുത്തു, അവിടെയും ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ത്രോട്ടിന് പറ്റില്ല ടീച്ചർ ജോലി എന്ന് വെച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ചില സമയത്ത് ചിലപ്പോൾ രാത്രി നമുക്ക് ചില എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. രാവിലെ സ്കൂളിൽ പോകേണ്ട നിവൃത്തിയില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ആയിപ്പോവും. ഉറങ്ങാൻ പറ്റുമോ കുട്ടികളുടെ മുമ്പിലിരുന്ന്? ഇല്ല. അവർ നല്ല ജഗജില്ലികളല്ലേ പിള്ളേർ, അവർക്ക് ഉറക്കം വരില്ലല്ലോ. ഒരു ദിവസം ഞാൻ ഇതുപോലെ, അതും പാട്ടാണ്, ഞാൻ മ്യൂസിക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ചില ക്ലാസ്സിലെ കുട്ടികൾ നല്ല രസമായിട്ട് പാടും, നല്ല സുഖമായിട്ട് പാടുന്ന കുട്ടികളുണ്ട് കേട്ടോ. അവരിങ്ങനെ പാടുമ്പോൾ ചില രാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇങ്ങനെ അവരെ കൊണ്ട് പാടിക്കും ഇങ്ങനെ ഉറക്കം വന്നു പോകും. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കണ്ണടച്ച്, മാം ഉറങ്ങാണോ മാം എന്ന് ചോദിക്കും പിള്ളേർ. അങ്ങനെയാണ്, അതുപോലെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ ജോലിക്ക് ഒട്ടും ഉറങ്ങാം, ഒരു ജോലിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉറങ്ങാന്നുള്ള ഒരു ജോലിയുടെ സമയത്ത് നല്ലതല്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇടാൻ പറ്റിയൊരു രാഗമാണ് ശുദ്ധധന്യാസി എന്ന് പറയുന്നത്. ಎಂದ ನೇರ್ಚಿನ್ನ ಎಂದ ಜೂಚಿನ್ನ ಎಂದ ನೇರ್ಚಿನ್ನ ಎಂದ ಜೂಚಿನ್ನ ಎಂದ ನೇರ್ಚಿನ ಎಂದ ಜೂಚಿನ ಎಂದ ಬಾರುಲೈನ ಕಾಂದದಾಸುಲೆನಿವ ಎಂದ ನೇರ್ಚಿನ ಎಂದ ಜೂಚಿನ ಎಂದ ಬಾರುಲೈನ ಕಾಂದದಾಸುಲೆನಿವ ಎಂದ ನೇರ್ಚಿನ. ഇത് വേറൊരു സംഭവം പറഞ്ഞാട്ടെ. എന്ത നേർച്ചിന്ന, അത് തന്നെ, എന്ത നേർച്ചിന്ന എന്ത അത് ഇതാണ് താളം കേട്ടോ. താളത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം കേട്ടോ. എന്ത നേർച്ചിന്ന എന്ത ജൂച്ചിന്ന എന്ത നേർച്ചിന്ന എന്ത ജൂച്ചിന്ന, ഇതാണ് ആദ്യ താളം എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ താളം.
ഇത് താളം മാറ്റി ഒന്ന് പിടിച്ചു നോക്കി. എന്ത നേർച്ചിന എന്ത ജൂച്ചിന എന്ത നേർച്ചിന എന്ത ജൂച്ചിന എന്ത വാരുലൈന കാന്തദാസു లేనివ എന്ത നേർച്ചിന എന്തിനു വേറൊരു സൂര്യോദയം ഇന്നു നീ എന്നരികിലില്ലേ, എന്തിനു വേറൊരു മധുവസന്തം. സെയിം രാഗം തന്നെയാണ്. സന്തതംബു ശ്രീ കാന്ത സ്വാന്ത സിദ്ധാന്തമൈന മാർഗ ചിന്തലേ നിവ എന്ത നേർച്ചിന എന്തിനു വേറൊരു സൂര്യോദയം. സെയിം രാഗമാണ് കേട്ടോ. അതേ ഇത് പിടിച്ച് ചെയ്തിരിക്കണത്. അതേ രാഗത്തിൽ അതേ ഇത് പിടിച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് മലയാളത്തിൽ കേട്ടോ. ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അതേ ട്യൂൺ എടുത്തിട്ട് ചെയ്തേക്കണേ. അറിയാമോ നിങ്ങൾക്ക്? അറിയോ? നവമുകുന്ദ ഹരേ ഗോപാലക ഭാഹി മുകുന്ദ ഹരേ. കളിയാട്ടത്തിലുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ദിംതന തരേ ദിരന്ന ദിര് ദിര് ദില്ലാന ദിംതന തരേ ദിരന്ന. ആ തില്ലാന തന്നെ വരികളാക്കി ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പണ്ടത്തെ പാട്ടില്ലേ, മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ അല്ലേ? അങ്ങനെ കുറേ എന്താണ് ഈ കൃഷ്ണ നീ ബേഗനെ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ആരും ആ പാട്ട് എനിക്ക് പാട്ട് ശരിക്കും അറിയില്ല. അങ്ങനെ കുറേ അതിൻ്റെ ആ രാഗത്തിൽ നിന്ന് ഒട്ടും മാറാതെ വന്നിട്ടുണ്ട്. അങ്ങനെ ചില പാട്ടുകളുണ്ട്. അപ്പോൾ ഈ രാഗത്തിനെ ബേസ് ചെയ്താണ് ഭൂരിഭാഗം. പക്ഷെ അന്യസ്വരങ്ങൾ വരും സിനിമാ ഗാനങ്ങൾ. അതാണ് ഒരു പ്രത്യേകത. ആ രാഗം തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ ശുദ്ധ അന്യസിലേക്ക് പോവാം. ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു സ്നേഹദൂതുമായി. അത് ഈ രാഗാണ്. പിന്നെ തക്കട് തക്ക തക്ക ധിം തക്കട് തക്ക തക്ക ധിം തക്കട് തക്ക തക്ക ധിം തകജം തക്കട് തക്ക തക്ക ധിം തക്കട് തക്ക തക്ക ധിം തക്കട് തക്ക തക്ക ധിം തകജം. കണ്ണോട് കാൺപതെല്ലാം തലൈവ கண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை. கண்ணோடு மணியானாயதனால் கண்ணை விட்டு பிரிவதில்லை, நீ என்னை விட்டு பிரிவதில்லை. தக்கடு தக்க தக்க திம் தக்கடு தக்க தக்க திம் தக்கடு தக்க தக்க திம் தகஜம் தக்கடு தக்க தக்க திம் தக்கடு தக்க தக்க திம் தக்கடு தக்க தக்க ദിം തകജം. എനർജി തരാനുള്ള പാട്ടാണ് കേട്ടോ പറയണത്. അപ്പം അതുപോലെ പഴയ പാട്ടിലുണ്ട്, മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ. പഴയ പാട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് രേഖപ്പെടുത്തി വെക്കട്ടെ, അടുത്ത ഇതിന് പാടാം. നല്ല പാട്ടാണ്. പിന്നെ പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനെവിടെ, ഓ ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനെവിടെ, ഓ പ്രിയ സഖി ഗംഗേ.
സുപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ. അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ള മോസ്റ്റ് ഓഫ് ദി സോങ്സ് ഈ ജില്ലായിട്ടുള്ള പാട്ടുകളാണ്. അത് ഈ സ്പോർട്സ് ഒരു സംശയം പൊതുവെ മ്യൂസിക് ഡയറക്ടേഴ്സ് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. രവീന്ദ്രൻ മാഷ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗാനം, ചലച്ചിത്ര ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ 2-3 രാഗങ്ങൾ മിക്സ് ചെയ്തിട്ട് ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പൊതുവെ മത്സരാർത്ഥികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും. കാരണം രാഗ ബേസ്ഡ് ആയിട്ട് ആൾക്കാർ ചലച്ചിത്ര ഗാനം പഠിക്കുമ്പോൾ 2-3 രാഗമുണ്ട്, അത് കാരണം കൊണ്ട് ആ പാട്ട് വേണ്ട എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. അപ്പം എന്തായിരിക്കാം ആ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെ അത് പേഴ്സണൽ ഒരു ചോയ്സിൻ്റെ പേരിലായിരിക്കാമോ? മാഡം മനസ്സിലാക്കിയ ഒരു കണ്ടന്റ് എന്താണ്? ഒരു ചലച്ചിത്ര ഗാനത്തിൽ 2-3 രാഗങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരു ചലച്ചിത്ര ഗാനം ഉണ്ടാക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ്? അത് നമ്മുടെ മത്സരാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക? ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അത് ആ ഒരു സംഗീത സംവിധായകൻ്റെ കഴിവാണ്, ഏറ്റവും വലിയ കഴിവാണത്. പല രാഗങ്ങളിൽ ഒരു സംഗീതം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ഗായകൻ പാടുമ്പോൾ അയാൾക്ക് അതിലേറെ കഴിവാണ് ഒരു രാഗത്തിൽ നിന്ന് അടുത്ത രാഗത്തിലേക്ക് മാറി മാറി പാടാനുള്ളത്. ഞങ്ങൾക്ക് മ്യൂസിക് എക്സാമിന് അതുണ്ട്. കാമ്പോജിയുടെ പല്ലവി പാടുക, ശങ്കരാഭരണത്തിൻ്റെ അനുപല്ലവി പാടുക, ചിട്ടസ്വരം തോടിയുടെ പാടുക എന്നിങ്ങനെ കണ്ടിന്യൂസ് പാടും. നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് പാടി വരണം. അത് പാടുന്നവർക്ക് പാസ്സാക്കി വിടുള്ളൂ, അതാണ്. അപ്പോൾ ആ ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് വരാനുള്ള നമ്മുടെ ആ ഒരു സെൻസ് അതുണ്ടല്ലോ, ഇന്ന നോട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്ന രാഗത്തിലേക്ക് വരാൻ പറ്റും. ഇത് ഈ സംഗീതം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ പറയുക? ചെറുപ്പത്തിലെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ പറയുന്നത് അവർക്ക് മെമ്മറി പവറും കോൺസെൻട്രേഷനും കൂടും, IQ കൂടും എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗീതം പഠിക്കുമ്പോൾ ഓരോ സ്വരസ്ഥാനങ്ങളും താളം ശ്രദ്ധിക്കണം, രാഗം ശ്രദ്ധിക്കണം, സ്വരസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം, പാട്ടിന് ലയം വേണം, ശ്രുതി വേണം. ഇത്രയും 5 കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു സംഗീതമാവുള്ളൂ, ശരിയായ സംഗീതമാണെങ്കിൽ. അപ്പോൾ അതിലേക്ക് വന്നിട്ട് ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗം, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു രാഗം പാടുമ്പം എന്താ പറയുക, സരി ഗ പദ സാധാ പഗരി സരി ഗ പദ സാധാ പഗരി സ, അതേ സ്വരങ്ങൾ തന്നെയാണ്, മൂഡ് മാറിയാണ്ട. ആ നോട്ടിലേക്ക് വരാനുള്ള സെൻസ് നമുക്ക് വരണം. അത് വരണമെങ്കിൽ ഈ സംഗീതം പഠിക്കുന്നതിലൂടെ നമുക്കൊരു ആ ഒരു ബോധം മനസ്സിൽ നമുക്ക് ആ തലയിൽ അതൊരു ബോധം വരും. അത് വരുത്താൻ സംഗീതത്തിന് കഴിയും. അത്രയും ബ്രെയിൻ പവർഫുള്ളായിരിക്കും ആ കുട്ടിയുടെ. പാടുന്നവർക്കും സംഗീതത്തിനെ കൂടുതൽ ആരാധിച്ച് പോകുന്നതുകൊണ്ടാണ്. അവർ വേറെ എന്തെങ്കിലും ഒരു ഇതിന് പോയിരുന്നെങ്കിൽ അവരതിൻ്റെ ഉള്ളിൽ നല്ല സൂപ്പറായി മാറിയേനെ ഞാൻ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ IT ഫീൽഡിൽ കണ്ടിട്ടുണ്ടോ, ഈ ഞങ്ങൾക്ക് ചെങ്കുഴ പാർക്കിൽ അവിടെ സംഗീത കച്ചേരികൾ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് വോക്കലിസ്റ്റുകൾ വന്നിട്ട് പാടും. അവർ മിക്കവാറും നല്ല ഹൈ ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, നല്ല ക്വാളിഫിക്കേഷനോട് നല്ല ഹൈ ക്വാളിഫിക്കേഷനുള്ള നല്ലോണം ഇതുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറ്റുന്നത്? അത് ഈ രാഗങ്ങൾ മാറി ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ ഹിസ്ഹൈനസ് അബ്ദുള്ള ദേവസഭാതലം കേട്ടു. നമ്മൾ ആ പാട്ട് കേട്ടപ്പോൾ നമ്മളെന്താ അനുഭവിച്ചേ? ആ പാട്ടൊന്ന് ഇരുന്ന് കേട്ടു നോക്കിയിട്ടുണ്ടോ? ആ ഫിലിം ആ സീനടക്കം ഒന്ന് കേട്ടു നോക്കൂ. ഇനി പോയിട്ടൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഈ പറഞ്ഞു കേട്ടൊന്ന് കേട്ടു നോക്കൂ.
ആ ഓരോ രാഗം മാറി വരുമ്പോഴും ഏറ്റവും അവസാനം ആനന്ദം അനന്ത ആനന്ദം അതിങ്ങനെ പാടി വരുമ്പോൾ മോഹൻലാൽ മാത്രമല്ല ഉൾക്കൊണ്ട് ഞാൻ നമ്മളും കരയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ രാഗത്തിൽ നിന്ന് ഓരോ രാഗത്തിലേക്ക് വന്നിട്ട് നമ്മളെ ആ ഒരു പവറിലേക്ക് എത്തിക്കുന്ന കഴിവാണത്. അത് ആ രാഗത്തിൻ്റെ ചിട്ടപ്പെടുത്തലാണത്. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംഗീത സംവിധായകൻ്റെ ഒരു മനസ്സിൻ്റെ ധർമ്മം. അതിലേക്ക് രവീന്ദ്രൻ മാഷിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ രാഗം ചിട്ടപ്പെടുത്തിയവരിൽ ഏറ്റവും നന്നായിട്ട് വിവിധ രാഗങ്ങൾ ചിട്ടപ്പെടുത്തിയ ഒരു സംഗീത സംവിധായകൻ, മാമിന് ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാഷ്. രവീന്ദ്രൻ മാഷ് തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ദുഃഖമേ ഉള്ളൂ എനിക്ക്. ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഏത് തലങ്ങളിൽ പോയാനേന്നറിയാം. ഇപ്പോഴും രവീന്ദ്രൻ മാഷ് ജീവിക്കുന്നുണ്ട് ഞങ്ങളില്ല. ഉണ്ട് അതല്ലേ സംഗീതത്തിലൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഗീതത്തിലൂടെ അദ്ദേഹം അല്ല, ഈ ഗായകന്മാരും സംഗീത സംവിധായകനും എന്നും ജീവിക്കും. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഗാനങ്ങൾ ഇങ്ങനെ നിൽക്കും, നിലനിന്നുകൊണ്ടേയിരിക്കും. അതാണ് സംഗീതം. വേറൊരു അതിൻ്റെ പ്രത്യേകത അതാണ്. എത്ര മനുഷ്യൻ എത്രയൊക്കെ ആയാലും, എത്ര ക്രൂരനായാലും, എന്തൊക്കെയായാലും ഒരിക്കലെങ്കിലും ഒരു പാട്ട് കേട്ടൊന്ന് ശ്രദ്ധിക്കുകയോ ഒന്ന് മൂളോ ചെയ്യാത്ത മനുഷ്യനുണ്ടാവില്ല. എനിക്ക് ഈ സംഗീതം ഇഷ്ടമേ അല്ല എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ സംഗീതം ഉണ്ട്, ഇല്ലയെന്ന് പറയല്ലേ. അത് ചെറുപ്പത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായതിൻ്റെ പേരിൽ അവർ വെറുത്തിട്ടുള്ളതാണ് സംഗീതം. അല്ലാണ്ട് വേറെ അവർ കുറച്ച് നാൾ സംഗീതം കേട്ട് കഴിഞ്ഞാൽ അവരതിലേക്ക് വരുന്നുള്ള ഉറപ്പാണ്. തീർച്ചയായും. താങ്ക് യു മാം. സംശയം ക്ലിയർ ആയോ? ഒന്നുകൂടി ഇല്ല, എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. രവീന്ദ്ര മാഷിൻ്റെ ഒരു കട്ട ഫാൻ തന്നെയാണ് ഞാൻ. എല്ലാ വർഷവും രവീന്ദ്ര സംഗീതോത്സവം എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ സജീവമായി പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. എനിക്ക് പറയാനുള്ളത്, മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും മാമിനറിയാം, മറ്റ് മ്യൂസിക് ഡയറക്ടർ ഞാൻ പല മത്സരാർത്ഥികളോടും ചോദിച്ചു. മാമിൻ്റെ അനുഭവത്തോടു കൂടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും നമ്മുടെ ഇവൻറ്റ് ഡയറക്ടർ ഉണ്ണി വരദൻ സാർ ഈ രവീന്ദ്രജാലം എന്ന പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു സീക്രട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ മത്സരാർത്ഥികളോ ഇവിടെ ആരായാലും പറഞ്ഞാൽ മതി. മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും, അവർ ചെറുതാണെന്നല്ല പറയുന്നത്, രവീന്ദ്രൻ മാഷും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാവരും സംഗീതം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. മാമനറിയാം ആ കാര്യം. ആർക്കെങ്കിലും ഓഡിയൻസിൽ ആരെങ്കിലും ഒരാൾ പറയാമോ എന്താണ് രവീന്ദ്രൻ മാഷും മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും തമ്മിൽ? എല്ലാവരും ലെജൻസാണ്, എല്ലാവരും കട്ടയ്ക്ക് ഒന്നിനൊന്ന് മികച്ചവരാണ്. എങ്കിലും നമ്മൾ രവീന്ദ്രൻ മാഷ പാട്ടുകൾ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് ആ കാരണം? ആർക്കെങ്കിലും പറയാമോ? എനി പേഴ്സൺ ആണ്. ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മറ്റൊരു സംഗീത സംവിധായകൻ്റെയും കൂടെ സംഗീതം എന്ന് പറയാറില്ല, രവീന്ദ്ര സംഗീതം എന്ന് പറയാറുണ്ട്. ശരിയല്ലേ? രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ രവീന്ദ്ര മാഷ് പാട്ടുകൾ പറയാറുള്ളൂ. അതെനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ക്രൈസ് കൊണ്ട് തോന്നിയതും ആവാം. നിങ്ങളിൽ ഓരോരുത്തരെയും രവീന്ദ്ര മാഷ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു മാം. നീ എൻ്റെ സമയം തീരാറായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ തന്നെ നമുക്കിനി അടുത്ത് പറയാനുള്ളത് സംഗീതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ പറയട്ടെ. നമ്മൾ താളവാദ്യങ്ങൾക്കൊരു ഇപ്പം നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ റിതം കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു എനർജി തോന്നില്ലേ? അതാണ് താളവാദ്യങ്ങൾക്ക്. ഇപ്പോൾ ഈ പ്രകൃതി തന്നെ സ്പന്ദിക്കുന്ന ഒരു പ്രത്യേക താളത്തിലാണ്. ആ താളം അത് നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. ആ താളം ഹൃദയമിടിപ്പ് ഒരു താളത്തിലാണ് അല്ലേ? ടക് 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 ആ ഒരു താളമുണ്ട് ഇല്ലേ? നമ്മൾ കണ്ണടയ്ക്കുന്ന ഒരു താളത്തിലാണ്. നമ്മുടെ നടത്തം ഒരു പ്രത്യേക താളത്തിലാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഈവൻ കാലിനൊരു മുടന്തുള്ള ആൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു താളമില്ലേ? അതാണ്. എല്ലാത്തിനും ഒരു താളമുണ്ട്. താളത്തിലൂടെയാണ് നമ്മുടെ പ്രകൃതി മൊത്തമുള്ളത്. അപ്പോൾ സംഗീതത്തിലെ താളത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ താളങ്ങൾക്ക് നമ്മുടെ ഹൃദയമിടിപ്പിനെ വേഗത്തിലാക്കാനും സാവധാനത്തിലാക്കാനും നോർമൽ സ്ഥിതിയിൽ കൊണ്ടുപോകാനും. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടിയ ആൾക്ക് നല്ല സ്ലോ ടെമ്പോയിലുള്ളൊരു പാട്ടിട്ട് കൊടുത്താൽ അവരുടെ ഹൃദയമിടിപ്പ് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ല, തീരെ ഇങ്ങനെ വല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഒന്ന് എനർജറ്റിക് ആക്കണേ നല്ല ഫാസ്റ്റ് ടെമ്പോയിലുള്ളൊരു പാട്ടിട്ട് കൊടുത്താൽ പറ്റും. അതാണ് താളത്തിനുള്ള പ്രത്യേകത. പിന്നെ അതുപോലെ ഇടയ്ക്ക എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടോ? നമ്മൾ അടുത്തിരുന്നൊന്ന് ഇടയ്ക്ക് വായിച്ചുകൊണ്ട് നമ്മൾ അടുത്തിരുന്നൊന്ന് പാടി നോക്കാമോ? ഏതെങ്കിലും ഒരു പാട്ട്
ശ്രുതി ചേർത്ത്, ഇടയ്ക്കൊരു ശ്രുതിയുണ്ട്, ശ്രുതി ചേർത്തിട്ടാണ് ഇടയ്ക്ക വായിക്കുക. അപ്പോൾ ആ ശ്രുതിക്ക് ഇടയ്ക്കയുടെ ആ ശ്രുതിയിൽ നമ്മൾ അടുത്തിരുന്നൊരു പാട്ട് പാടി നോക്കാമോ? നമ്മൾ പാടുന്ന പാട്ടിൻ്റെ അതേ ഇത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കേൾക്കാൻ അടുത്തിരുന്ന് പാടണം കേട്ടോ, ശരിക്കും കേൾക്കാൻ പറ്റും നമുക്ക്. ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്കയുടെ കൂടെ ഇരുന്ന് പാടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് അടുത്തിരുന്നിട്ട്, ഇടയ്ക്ക് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തിരിക്കണം, ഇടയ്ക്കയുടെ നാദം നമുക്കിങ്ങനെ കേൾക്കണം. ആ രീതിയിൽ നമ്മളിരുന്നൊന്ന് പാടി നോക്കിയാൽ ആ നമ്മൾ എന്താ പറയാം, ശങ്കര ജയ ശങ്കര അത് അങ്ങനെ ഒരു പാട്ട് പാടാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സോപാന സംഗീതം തന്നെ ചെമ്പട്ടൂടുത്തു കെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചാരവേ വന്നിടേണം ചെമ്പട്ടൂടുത്തു. അവ അതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് കൂടി കേൾക്കാൻ കഴിയും. ആ ധ്വനിയിൽ കൂടെ നമുക്ക് കേൾക്കാം. അതാണ് ഇടയ്ക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേദങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇടയ്ക്ക എന്ന് പറയുന്നത്. അതേ പ്രാധാന്യം തന്നെ സോപാന സംഗീതത്തിനുമുണ്ട്. ഈ മ്യൂസിക് തെറാപ്പിയിൽ ഒരു പ്രാധാന്യം സോപാന സംഗീതത്തിനുമുണ്ട്. ഞാൻ സോപാന സംഗീതം പഠിക്കുന്നുണ്ട്. ശ്രീ ഏലൂർ ബിജുവിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. എൻ്റെ ഒരു അനിയൻ്റെ സ്ഥാനമാണ് ബിജു. അപ്പം ഞാൻ അവിടെ ഏലൂർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മ്യൂസിക് ഫീൽഡിൽ ഏറ്റവും പ്രശസ്തയായിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ബിജു അവിടെ ഒരു ചെറിയ കുട്ടിയായിട്ട് വന്നേക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ബിജു സോപാന സംഗീതം പഠിക്കുമ്പോൾ ഞാനിപ്പോൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്. സംഗീതത്തിന് വലിപ്പം എളുപ്പമില്ല കേട്ടോ, അതും കൂടി പറയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ബിജു ഞാൻ ചേച്ചി എന്ത് പഠിപ്പിക്കാനാണെന്ന് ചോദിച്ചു. പക്ഷേ സോപാന സംഗീതം അതൊരു വേറൊരു സംഭവമാണ്, അതിന് വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ കർണാടക സംഗീതത്തിന് ഒരു സ്റ്റൈൽ, സിനിമാ ഗാനത്തിന് ഒരു സ്റ്റൈൽ, ഹിന്ദുസ്ഥാനിക്ക് ഒരു സ്റ്റൈൽ, അങ്ങനെ പ്രത്യേക സ്റ്റൈലുകളാണ്. അപ്പോൾ അവിടെ ഇരുന്ന് സോപാന സംഗീതം ഞാൻ പഠിക്കും. അതിനൊരു പ്രത്യേകതയാണ്. സോപാന സംഗീതം ഇതുപോലെ മ്യൂസിക് തെറാപ്പിയിൽ ഉപയോഗിക്കും, നാടൻ പാട്ട് ഉപയോഗിക്കും. കേട്ടില്ലേ നിങ്ങൾ? നാടൻ പാട്ടും ഈ സംഗീതത്തിന് നല്ലതാണ്. അപ്പോൾ അതുപോലെ ഓരോ സംഗീതത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു രോഗി ഏത് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ആ സമയത്ത് അയാൾക്ക് ഏത് പാട്ട് കേൾക്കണം എന്നാണ് പറയണേ, ആ പാട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലൂടെ അയാൾക്കൊരു സുഖം ലഭിക്കും. എന്നിട്ട് നമ്മൾ തെറാപ്പിക്ക് വേണ്ട ഗാനങ്ങൾ കൊടുക്കുക എന്നാണ് പറയുക. അപ്പോൾ ഒരു രോഗം ഭേദമാക്കാനായിട്ട് നിങ്ങളിനി എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കിക്കോളൂ. നല്ലൊരു രാഗം, അവർക്കിഷ്ടമുള്ളൊരു രാഗം ഇട്ട് കേൾപ്പിച്ചുകൊണ്ട് അവർക്ക് മെഡിസിൻ കൊടുത്തു നോക്കൂ. ആ മരുന്ന് പെട്ടെന്ന് ഫലിക്കും. ചെയ്തു നോക്കിക്കോളൂ. ഇനി ഞാൻ നിർത്തട്ടെ. ഇനി ഞാൻ ഏറെ ഇതിൻ്റെ ഉള്ളിൽ പറയാനായിട്ട് കുറേ ഉണ്ട്. മ്യൂസിക് തെറാപ്പിയും ശബ്ദം എങ്ങനെ കൊണ്ടു നടക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വോക്കോളജിയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വലിയ സംഭവമാണ്. മ്യൂസിക് തെറാപ്പിയും വലിയൊരു സംഭവമാണ്. നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഇത് പറഞ്ഞ് തീരില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഇത് വിട്ടുപോയി ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പം അതാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് പറഞ്ഞത്, നീ അത് പറയണമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ പറഞ്ഞില്ല എന്ന്. ഇപ്പോൾ നമ്മൾ ശബ്ദത്തെ സൂക്ഷിക്കുന്ന ബ്രീത്തിങ് എക്സസൈസ് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കേട്ടോ. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾക്ക് ഭ്രാമരി ചെയ്യാം, അങ്ങനെ പല ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരുപാട് വോക്കോളജിസ്റ്റ് ഉണ്ട് ഇവിടെ, അങ്ങനെ ഡോക്ടറേറ്റ് എടുത്തവരുണ്ട് വോക്കോളജി. അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ പോയി കാണാം. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു 5 ബ്രീത്തിങ് എക്സസൈസ് ഇട്ടുണ്ട്, അത് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാൻ ഞാൻ ഉണ്ണിയുടെ അടുത്ത് കൊടുക്കാം, അത് ചെയ്യാം. അപ്പോൾ നമുക്കത് ഡെയിലി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മസിൽസിന് നല്ല ബലം കിട്ടും, ബ്രെത്ത് കൺട്രോൾ നല്ലോണം കിട്ടും. അങ്ങനെയാണ് നമുക്ക് പാടാൻ നല്ലൊരു ഇത് കിട്ടുക. അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ശബ്ദം ശരിയായി. പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കുക, അതാണ് വോയിസിന് ശ്രദ്ധിക്കേണ്ടത്. സ്ട്രെസ്സ് കുറയ്ക്കാൻ സംഗീതം കേൾക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പിന്നെ ഈ അവസരത്തിൽ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം എൻ്റെ ഗുരുക്കന്മാരെയാണ്. എൻ്റെ സംഗീതം എന്നെ ഈ നിലയിലെത്തിച്ച എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ചെറുപ്പം തുടങ്ങി എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ. ആദ്യമായിട്ട് എന്നെ ഒരു ശിവൻ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് പഠിപ്പിച്ചത്. സാറിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ തീരെ ചെറുതായിരിക്കും പഠിപ്പിച്ചതാണ്. ഞാൻ അന്വേഷിച്ചു, കുറേ ഒരു അറിവും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ജയലക്ഷ്മി ടീച്ചറാണ് പഠിപ്പിച്ചത്. പിന്നെ ഞാൻ
കലാഭവനിൽ ചേർന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് മ്യൂസിക് പഠിച്ചു. പിന്നെ അഡ്വാൻസ് മ്യൂസിക് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക് തെറാപ്പിയിലേക്ക് കടന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു രംഗത്തെത്തി നിൽക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നോട്ട് ചെയ്തുകൊണ്ടാൽ ഞാൻ മറന്നു ആണ് പറയാൻ വിചാരിച്ച കാര്യങ്ങൾ മറന്നു. നമ്മൾക്ക് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പലതരം ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ പലതരം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ? കിളികൾ കരയുന്ന ഒച്ച, സമുദ്രത്തിൻ്റെ ഇരമ്പൽ, അങ്ങനെ പല ഒച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഋതമുണ്ട്. പിന്നെ സമുദ്രത്തിൻ്റെ ഇരമ്പലിനൊരു സംഗീതമുണ്ട്. അങ്ങനെ പലതരം ശബ്ദങ്ങൾ ചേർത്ത് ഇണക്കി അതിൻ്റെ ഉള്ളിൽ ആ ശ്രുതിയിൽ നിന്ന് എടുത്തിട്ട് പല സ്വരങ്ങളെ കൂട്ടി ഇണക്കിയാണ് സംഗീതം ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ കുട്ടികൾക്ക് നമ്മൾ സംഗീതം കൊടുക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ചേർക്കുമ്പോൾ ഒരു മായാമാളവ ഗൗള രാഗമാണ് ആദ്യം പഠിപ്പിക്കുക. സംഗീതം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് 72 മേളകർത്ത പട്ടിക എന്നാണ് പറയുക. ജനകരാഗങ്ങൾ 72 എണ്ണം ഉണ്ട്. എന്തുകൊണ്ടാണ് മായാമാള 72 മേളകർത്ത രാഗങ്ങളുള്ളതിൽ നിന്ന് മായാമാളവ ഗൗള ആദ്യമായിട്ട് പഠിപ്പിക്കാൻ എടുക്കാൻ എന്താ കാരണം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സംഗീത വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആരാണ് ഇവിടെ ഉള്ള സംഗീത വിദ്യാർത്ഥികൾ? പോയോ എഴുന്നേറ്റ്? സംഗീത വിദ്യാർത്ഥി പറയൂ, എന്താ മായാമാള ഗൗള ആദ്യം പഠിക്കാനുള്ള കാരണം? പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, സാറില്ല. ഇവിടെ വരൂ, ഇവിടെ. അല്ല, അറിയാത്തവരുണ്ടോ? എല്ലാ ടീച്ചർ ഇവിടെ വരും. മോൻ ഇവിടെ വാ. എല്ലാ സ്വരങ്ങളും ശുദ്ധ സ്വരങ്ങളും സാധാരണ അങ്ങനെ സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ള സ്വരങ്ങളായി ഉണ്ടായിരിക്കും. എനിക്ക് ഒരു ഉത്തരം 3 ഉത്തരം ഉണ്ടായിന്. ഒരു ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ മോൻ. മോൻ്റെ പേരെന്താ? സമ്പത്ത്. ഉത്തരം പറഞ്ഞത് കറക്റ്റാട്ടോ. നല്ല ടീച്ചറാണ്. അപ്പോൾ ആരാ പഠിപ്പിക്കുന്നത്? പ്രചോദ്. നല്ല സാറാട്ടോ. അപ്പോൾ സ്വരസ്ഥാനങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നൊട്ടേഷൻസാണ്. സ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ എല്ലാം പ്ലെയിൻ നോട്ടാണ്. അപ്പോൾ പാടാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ നോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്വര വ്യത്യാസം വരുന്ന ശ്രുതിഭേദം വരുന്നതിലുള്ള നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അതാണ് ആ രാഗം ആദ്യം പഠിപ്പിക്കാനുള്ള കാരണം. പിന്നെ മായാമാളവ ഗൗള രാഗത്തിൻ്റെ തെറാപ്യൂട്ടിക്കൽ എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ നല്ല മെമ്മറി പവറും കോൺസെൻട്രേഷനും ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല മെമ്മറി പവറും കോൺസെൻട്രേഷനും ഉണ്ടായാലേ പഠിക്കാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ എന്ത് പഠിച്ചിട്ടെന്താ കാര്യം? അപ്പോൾ പണ്ടത്തെ നമ്മുടെ സംഗീതാചാര്യന്മാർ നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയാനുള്ള കാരണം, അവരിത് ആദ്യം ചിട്ടപ്പെടുത്തി ആദ്യം ഇത് പഠിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. മെമ്മറി പവറും കോൺസെൻട്രേഷനും കൂട്ടാൻ മായാമാളവ ഗൗള രാഗം വളരെ എഫക്റ്റീവാണ്. മായാമാളവ ഗൗള രാഗത്തിലെ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ നിങ്ങൾ? പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിലരുണോദയം, ഒരു ചിരി കണ്ടാൽ അത് മതി. അതൊക്കെ മായാമാളവ രാഗമാണ്. പിന്നെ കർണാടിക് മ്യൂസിക് ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം, ദേവ ദേവ കലയാമിതേ മായാമാളവ ഗൗള രാഗം. മായാമാളവ ഗൗള രാഗം പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ ഓട്ടിസം എന്നുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് അത് സഹായിക്കും. കുറച്ച് പ്രായം എത്തിയിട്ട് വരില്ലേ, അങ്ങനെ ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട്, വീണിട്ടൊക്കെ വരുന്ന അങ്ങനെ അത്. പിന്നെ നാദനാമക്രിയ. ചില കുട്ടികൾ ഭയങ്കര എന്താ പറയുക, ഒട്ടും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കര അത്രയ്ക്ക് ഭയങ്കര ബഹളം കൂട്ടുന്ന കുട്ടികളായിരിക്കും. അവരെ അടുക്കൊതുക്കി ഇരുത്താനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രാഗമാണ് നാദനാമക്രിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശങ്കരാഭരണ സിനിമയിലുണ്ടല്ലേ ഒരു പാട്ട്,
ఏ తీరుగనను దయభూజడన ഇനവംശോത്തമ രാമ. കേട്ടിട്ടുണ്ടോ? ശങ്കരാഭരണ സിനിമ കണ്ടിട്ടുണ്ടോ? അത് കാണണം കേട്ടോ. അയ്യോ, ശങ്കരാഭരണ സിനിമ കണ്ടില്ല നിങ്ങൾ. പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ യൂട്യൂബിൽ കിട്ടും സിനിമ. ശങ്കരാഭരണ സിനിമ കാണണേ. അതിനകത്ത് സംഗീതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള സിനിമയാണത്. അത് ഈ പാട്ട് അതിനകത്തുള്ള നാദനാമ ക്രിയ എന്നാണ് രാഗത്തിൻ്റെ പേര്. ആ രാഗത്തിലുള്ള പാട്ടുകൾ പാടുന്നതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളെ അടക്കി ഒതുക്കി ഇരുത്താനുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു ആ രാഗത്തിന്. അതാണ് ആ രാഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ രാഗത്തിൽ ഒരുപാട് പാട്ടുകൾ കിട്ടും. നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കും. ഇനിയിപ്പോൾ എൻ്റെ സമയം കഴിയുകയാണ് ഇവിടെ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രകൃതിയുടെ ശബ്ദങ്ങൾ, പ്രകൃതി ഒരു സ്പന്ദനത്തിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ശരീരവും ഒരു സ്പന്ദനത്തിലൂടെയാണ്. എപ്പോൾ ടക്ക് ടക്ക് നിൽക്കണോ നമ്മളും തീർന്നു. അപ്പോൾ നമ്മുടെ പൾസ് ഒരു പ്രത്യേക ബീറ്റിലാണ് പോകുന്നത്. അപ്പോൾ പ്രകൃതി മൊത്തം ഒരു കമ്പനമാണ്. അതുപോലെ അതൊരു സംഗീതമാണ്. ശരിക്കും പ്രകൃതി ഒരു സംഗീതമാണ്. നമ്മുടെ ശരീരവും ഒരു സംഗീതം തന്നെയാണ്. ആ സംഗീതം ശ്രുതി ചേർന്ന് താളം ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അസുഖങ്ങളും ഇല്ല, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. അവിടെ താളപ്പിഴകളും ശ്രുതി ഭേദങ്ങളും വരുമ്പോഴാണ്, ശ്രുതി പിഴകളും വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ താളപ്പിഴകളും ശ്രുതി പിഴകളും വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സംഗീതം സിദ്ധൌഷധം. അപ്പോൾ എല്ലാവർക്കും, എന്നെ ഇവിടെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ശ്രീ ഉണ്ണിയാണ് എന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ശ്രീ വരദം ഇതിൻ്റെ എല്ലാവർക്കും, എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് നന്ദി പറയണു. എന്നെ ഇത്രയും നേരം ഇവിടെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, സംഗീതം വരദാനമായി നൽകിയ എല്ലാ ഈശ്വരന്മാരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഹലോ. ഇത്രയും നേരം സംഗീതമാകുന്ന സാഗരത്തെക്കുറിച്ച് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ, അധികം രാഗപരിചയമായിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംഗീതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും, നമ്മുടെ പ്രകൃതി തന്നെ സംഗീത താള നിബിഡമായ ഒന്നാണെന്നുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഈ സാഗരത്തിലെ ഒരു തുള്ളി വെള്ളം എടുത്ത് നാവിൽ വെച്ച പ്രതീതി മാത്രമാണത്. സംഗീതത്തെപ്പറ്റി ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും മഹത്തരമായ ഒരു വിഷയമാണ് സംഗീതം. അതിനെല്ലാവർക്കും കഴിയട്ടെ. എന്നിരുന്നാലും നമ്മുടെയൊക്കെ തന്നെ ആരോഗ്യപ്രദമായ ഒന്നുകൂടി ഒരു ഔഷധം കൂടിയാണ് സംഗീതമെന്നും നമുക്ക് ഏവർക്കും ഈ അറിവ് വളരെ ലളിതമായി പ്രതിപാദിച്ചു തന്ന ഡോക്ടർ ശ്രീലത മാഡത്തിന് നന്ദി.